അപ്പോൾ ഒരു തീർത്ഥാടന യാത്രയായാലും ഒരു മലയാറ്റൂർ ട്രിപ്പാണ്. പോകുന്ന വഴി കുറെ പള്ളികളും കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വികാരി അച്ഛനാണ്. വൈകുന്നേരം 5:30 മണിയപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പേരൊന്നുമില്ല, 24 സീറ്റ് വണ്ടിയാണ്. ഞാൻ കുറെ നാൾ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അമ്മമാരാണ് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാനും എന്റെ അനിയത്തി ആഷ്ലിയും കൂടെ കൂടിയിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ ആദ്യമായി നമ്മൾ കയറി ചെല്ലുന്ന പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പള്ളിയാണ്. ആദ്യം തന്നെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിലേക്കാണ് പോയത്. ഒരു നോക്ക് കണ്ടിട്ട് നമ്മളെല്ലാവരും തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ ഡിന്നർ ഇതാണ് നമ്മുടെ ശീല. നമ്മളുടെ അമ്മമാരുടെ ലീഡർ എന്നൊക്കെ പറയാം. യൂട്യൂബിൽ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ലീഡറിന്റെ അനുയായികളായിട്ടുള്ള എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, എല്ലാവരെയും നിർബന്ധമായിട്ടും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്മമാരെ കാണിച്ചില്ല പിന്നെ ആരെ കാണിക്കാനാണ്. വൈകുന്നേരം 5:30 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ഭക്ഷണവും ക്രമീകരിച്ചിട്ടാണ് വന്നിരുന്നത്. കഴിച്ചതിന് ശേഷം പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, അച്ഛന്റെ പേര് പറഞ്ഞില്ലല്ലോ. അച്ഛന്റെ പേരാണ് ഫാദർ ഡൊമിനിക് സാവി. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് മണർകാട് പള്ളിയിലാണ്. 9:30 മണിയായി ആ സമയം ആയപ്പോഴേക്കും. ആ സമയത്തെല്ലാം എല്ലാവർക്കും കയറി പ്രാർത്ഥിക്കാനുള്ള അവസരവും നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിങ്കിലുള്ള പള്ളിയിലേക്കാണ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിങ്കിൽ കയറി എല്ലാവരും സന്ദർശിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്ന് നമ്മൾ അങ്ങനെ ഒടുവിൽ മലയാറ്റൂർ അടിവാരത്ത്. മലയാറ്റൂർ മല കയറുന്നത് മുതൽ അവസാനം ഇറങ്ങി തിരിച്ചു വരുന്നത് വരെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലൈക്കും ഫോളോയും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊക്കെ ചെയ്തു വെച്ചോ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം 5 മണിയായപ്പോൾ നമ്മൾ മല ഇറങ്ങി വന്നിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി നമ്മൾ പോകുന്നത് ആലുവ ദേശം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബദനി നവജ്യോതി ആശ്രമത്തിലേക്കാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മുടെ വികാരിയച്ഛൻ ഇവിടെ നേരത്തെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാറ്റൂർ മല കയറി തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും എല്ലാവരും ഒരുവിധം ടയർഡായ ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര രീതിയിലുള്ള ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്തു. ഈ ആശ്രമത്തിന്റെ മറ്റൊരു സൈഡ് നോക്കിയാൽ തന്നെ നമ്മുടെ പെരിയാറിന്റെ ഒരു ഭാഗം കാണായിരുന്നു. നല്ല തണുത്ത ഒരു കാലാവസ്ഥ ഫീൽ ചെയ്തു. നല്ല കിഡിലൻ ഒരു ആംബിയൻസ് ആയിരുന്നു. നല്ല പച്ചപ്പും ഹരിതാപും ഒക്കെ കണ്ടപ്പോൾ തന്നെ ആഷ്ലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. എന്തായാലും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും മറക്കണ്ട, ഫോളോയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്.